കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം അതിൽ 28-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു 23 വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ ഞാൻ പോയ സമയത്ത് ആ വീടിൻ്റെ അവസ്ഥ, ജനലില്ല, വാതിലില്ല. അവിടെ 4 മക്കൾ അനാഥാലയത്തിൽ നിന്ന് പഠിക്കുന്നു. ആ വീട്ടിൽ അമ്മ ഈശോയോട് വളരെ അടുപ്പം സൂക്ഷിക്കുന്നൊരമ്മയാണ്. ആ അമ്മയുടെ ഇടവകയിൽ ഒരു ദേവാലയ നിർമ്മാണ പ്രവർത്തനം 2002 അതും ആരംഭിക്കുമ്പോൾ അന്ന് റബ്ബറിന് 60 രൂപയിൽ നിന്ന് 22 രൂപ വിലയിലേക്ക് താഴ്ന്നു വരുന്നു. ഈ സമയത്ത് ആ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അമ്മ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചിയുടെ 4 മക്കൾ അനാഥാലയത്തിലാണ് പഠിക്കുന്നത്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. പള്ളിപ്പണിയുടെ അവസാന സമയത്ത് ഈ അമ്മച്ചി ഒരു സ്വർണം നിറത്തിലുള്ളൊരു കുരിശ് തന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ അച്ഛൻ ഓർക്കണം. അമ്മച്ചി എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും അത് ഓർക്കുകയാണ്. ക്രിസ്തുമസിന് ഒരു കോഴിയെ വാങ്ങിച്ചതിന് ശേഷം ഒരു ജനുവരി 10 വരെ അവർ കടയിൽ നിന്ന് വേറെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ വെളിച്ചെണ്ണ മാത്രം വാങ്ങി, കാരണം തലയിൽ തേക്കാൻ. അപ്പം അത്രയും പാവപ്പെട്ട ഒരു വീട്, അവരുടെ അധ്വാനം, എന്നാൽ ദൈവത്തിന് അവർ കൊടുക്കുന്ന ആ വലിയ സ്ഥാനം, 1-ാം സ്ഥാനം, അവരുടെ ദാരിദ്ര്യത്തിലും ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം വളരെ വിലയുള്ളതാണ്. അവർക്ക് ചെയ്യാവുന്ന കൂടുതൽ ആ പള്ളി പണിയുടെ സമയത്ത് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ആ വീട്ടിൽ അമ്മ പറഞ്ഞതനുസരിച്ച് പോയി. എത്ര മനോഹരമായൊരു വീട്, വലരിയിൽ വീട് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു കുന്നം പ്രദേശത്താണ്. റോഡ് കഴിഞ്ഞാൽ ഉടനെ മനോഹരമായ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് വളരെ മനോഹരമായൊരു വീട്. ഞാനത് ഓർത്തു, ദൈവമേ, ഒരു വാതിലില്ല, കുറ്റിയില്ല, കുളത്തില്ല, ജനലില്ല, വാതിലില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ വരുന്ന ഒരു വീടിൻ്റെ അവസ്ഥ ദൈവം എത്ര മനോഹരമായി മാറ്റിയിരിക്കും. ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരു മകൾ മാൾട്ടയിൽ ജോലി ചെയ്യുന്നു, കുടുംബം. 2ാമത്തെ മകളുടെ ജീവിത പങ്കാളി ഒരു കപ്പലിൽ ജോലി ചെയ്യുന്നു. ഈ 2 മക്കൾ പഠിച്ച് സിവിൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു നല്ല നിലയിലായി. ദൈവവചനം ഒന്നും പാഴാവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തിനോട് ഇത്രമാത്രം ചേർന്ന് നിന്ന് അമ്മയെ ഞാൻ ഓർക്കുന്നത്, കാണുമ്പോഴൊക്കെ എൻ്റെ മക്കൾ ഒരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥനാ സഹായം യാചിച്ച് ദേവാലയത്തിൽ കൈകൂപ്പി മുട്ടുകുത്തി മിഴിനീരോടെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടേക്ക് സഹനങ്ങൾ കടന്നു വന്നാലും ഈശോയുടെ കണ്ണിൽ നോക്കി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തെ ദൈവം കൈവിടില്ല. എത്ര മനോഹരമായൊരു വീട്! അത് കണ്ട്
അച്ഛൻ കുറേ നേരെ ഇരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചു. ഈ വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. മനുഷ്യൻ്റെ സങ്കടത്തിലും അവൻ്റെ വേദനയിലും മാറി നിൽക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ്റെ ദാരിദ്ര്യത്തിലും അവൻ്റെ രോഗത്തിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അല്പകാലത്തേക്കാണ് ഈ സഹനമെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കൃപ നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ മക്കളെ. അതുകൊണ്ട് ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കും. കർത്താവായ യേശുവേ, ഏതെങ്കിലും തരത്തിലൊക്കെ ദാരിദ്ര്യത്തിലോ രോഗത്താലോ കഷ്ടപ്പാടുകളാലോ മുന്നോട്ട് പോകുമ്പോൾ കർത്താവെ, നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ വലിയ കൃപ അത് ഞങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ, അകക്കണ്ണ് ഞങ്ങളുടെ വിശ്വാസത്താൽ ഒന്ന് കാണാൻ ഒരു കൃപ നൽകണമേ. എവിടെ ദുരിതവും ദുഃഖവും ഉണ്ടായാലും അവിടെ എല്ലാം ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈ ശുശ്രൂഷയിൽ ഈ മക്കൾക്കൊരു പ്രത്യേക ധൈര്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽ കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കാരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.